പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനം നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ശൈലേന്ദ്ര രാജാവിനെ കുറിച്ചാണ്. ചാണക്യ ചന്ദ്രഗുപ്തൗ ച വിക്രമശാലി വാഹന സമുദ്രഗുപ്ത ശ്രീഹർഷ ശൈലേന്ദ്രോ ബൊപ്പരാവല. ശൈലേന്ദ്ര രാജാവ് 7-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിനു വെളിയിലുള്ള പശ്ചിമ പൂർവ്വ നാടുകളിലെല്ലാം ഭാരതീയ ഹൈന്ദവ ബൗദ്ധ സ്വാധീനം പ്രബലമായിരുന്നു. ഇത്തരം സ്വാധീനം വളർത്തുന്നതിൽ ഭരണകൂടങ്ങളും വലിയ തോതിൽ സഹായകമായിരുന്നു. 7-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ബർമ്മയിൽ ഉത്ഭവിച്ച ഒരു രാജവംശത്തിൻ്റെ സ്ഥാപകന്റെ പേര് ഹിമാലയ് അഥവാ ശൈലേന്ദ്ര രാജാവ് എന്നായിരുന്നു. ക്രമേണ ശൈലേന്ദ്ര വംശത്തിൻ്റെ ഭരണപ്രദേശം ബർമ്മ മുതൽ ഇന്തോനേഷ്യ, സുമാത്ര, മലേഷ്യ, ലാവോസ് വരെ വ്യാപിച്ചു. ഈ ഭരണകൂടം ഈ പ്രദേശങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫുനാൻ രാജവംശത്തിൻ്റെ തുടർച്ചയായിരുന്നു. ശ്രീ വിജയരാജ്യം എന്ന പേരിൽ ഈ രാജവംശം അറിയപ്പെട്ടു. സുമാത്രയിലുള്ള ബോറോബുധർ, ബഡാബുദ്, വലിയ ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നവർ, ക്ഷേത്രം എന്ന വിശാല മന്ദിരം ഈ രാജവംശത്തിൻ്റെ കീർത്തി വിളിച്ചോതുന്നു. മധ്യ ജാവയിലെ ബദങ് പ്രദേശത്തു നിന്നും ലഭിച്ചിട്ടുള്ള ശിലാലിഖിതം സൂചിപ്പിക്കുന്നത് ആദ്യകാലത്ത് ശൈവ വിശ്വാസികളായിരുന്ന ശ്രീ വിജയ രാജവംശക്കാർ പിന്നീട് മഹായാന ബൗദ്ധ മതക്കാരായി മാറി എന്നാണ്. ഹീനയാനയും മഹായാനയും ബുദ്ധന്മാരിലെ 2 വിഭാഗങ്ങളായിരുന്നു. 778 ശൈലേന്ദ്ര വംശതിലകനെ എന്ന ഒരു രാജാവിനെ കുറിച്ചുള്ള വിവരണം നളന്ദയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ജയസേനൻ എന്ന പൂർവേഷ്യൻ രാജാവിൻ്റെ ആക്രമണ ഫലമായി ബ്രഹ്മപ്രദേശത്തു നിന്നും ശൈലേന്ദ്ര വംശം ഇന്തോനേഷ്യയിൽ മാത്രമായിട്ട് ഒതുങ്ങി. 7-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ശൈലേന്ദ്ര രാജവംശത്തിന് ഫുനാൻ രാജവംശം, ജയസേനൻ, രാജേന്ദ്ര ചോളൻ എന്നിവരുമായി യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു. ശ്രീ വിജയ സാമ്രാജ്യവും ഫുനാൻ പ്രദേശവും ശൈലേന്ദ്ര വംശവും വ്യത്യസ്ത രാജവംശങ്ങളാണെന്ന അഭിപ്രായവും ഉണ്ട്. എന്നാൽ ഒരേ കാലയളവിൽ ഒരേ പ്രദേശങ്ങളിൽ ഒരേ വിധത്തിലുള്ള ഭരണസമ്പ്രദായം, രാജാക്കന്മാരുടെ പേരുകളും മതസിദ്ധാന്തങ്ങളുമുള്ള 3 രാജവംശങ്ങൾ പരസ്പരം ഏറ്റുമുട്ടലുകൾ ഏർപ്പെട്ടു കഴിഞ്ഞു എന്നതും സാധ്യതയില്ലാത്ത ഒരു കാഴ്ചപ്പാടാണ്. ഇത് സംബന്ധിച്ച പഠനങ്ങൾ ഇനിയും തുടർച്ചയായി നടക്കേണ്ടതുണ്ട്. വിശദമായ പഠന റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. വ്യാപകമായ വ്യാപാര ബന്ധങ്ങൾ ശൈലേന്ദ്ര വംശത്തിനുണ്ടായിരുന്നു. ദക്ഷിണ പൂർവേഷ്യൻ സമുദ്രത്തിൻ്റെ അധിനായകന്മാരായിരുന്നു അവർ. വ്യാപാരം, വിദ്യ, ശില്പകല, മതം, കലകൾ എന്നിവയാൽ രാജ്യം സമൃദ്ധമായിരുന്നു. സംസ്കാരവും ശാന്തിയും വിളയാടിയിരുന്നതായിരുന്നു ശൈലേന്ദ്ര വംശഭരണം. ഇന്നും അവിടുത്തെ ജനത അഭിമാനപൂർവ്വം ഈ പാരമ്പര്യം ഉയർത്തിക്കാട്ടുന്നു. തങ്ങൾക്ക് ഈ സംസ്കാരം പ്രദാനം ചെയ്ത ഭാരതഭൂമിയെ അവർ ഇന്നും പുണ്യഭൂമിയായി കരുതുന്നു. സജ്ജനങ്ങളെ, ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഇന്ന് കാണുന്ന ഈ ഭൂപ്രദേശത്ത് മാത്രമായിരുന്നില്ല സ്വാധീനം എന്ന് മനസ്സിലാക്കുക. അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിന് മുകളിലായിരുന്നു. ഇന്ന് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്നത് കേവലം 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ഗാന്ധാരദേശം, അതുകൊണ്ടാണ് കവി പാടിയത്, മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം. ഈ ഗാന്ധാരദേശവും ബ്രഹ്മപ്രദേശം, ഇന്നത്തെ ബർമ്മ, അതുപോലെ ബംഗാളം, പശ്ചിമ ബംഗാൾ, പാഞ്ചാലം, പാകിസ്ഥാൻ, ഇതൊക്കെ ഈ ഭാരത ഭൂമിയുടെ സംസ്കാരത്തെ ഉജ്ജ്വലമായി വഹിച്ച ഭൂപ്രദേശങ്ങളായിരുന്നു. ഇതെല്ലാം തന്നെ ബുദ്ധന്മാരുടെ ആധിപത്യ സമയത്ത് ഹിന്ദു രാജാക്കന്മാർ കൂട്ടത്തോടെ ബുദ്ധമതത്തിലേക്ക് പോവുകയും അവർ ചെയ്ത ഒരു തെറ്റായ നയം, അതായത് സൈന്യത്തെ പിരിച്ചുവിട്ടു, ഈ രാജാക്കന്മാർ രാജാധികാരം ഉപേക്ഷിച്ചതുമില്ല. സൈന്യമില്ലാത്ത രാജ്യത്തെയാണ് ഈ ഗസ്നിയും ഗോറിയും ഇസ്ലാമിക ഭരണാധികാരികൾ ആക്രമിക്കുന്നത്. ഇസ്ലാമിക ആക്രമണം AD 711 മുതലാണ് ഭാരതത്തിന് നേരെ ഉണ്ടാകുന്നത്.
മുഹമ്മദ് ബിൻ കാസിമിൽ തുടങ്ങി ഗസ്നി, ഗോറി, ഖിൽജി, തുഗ്ലക്, ബാബർ, ഹുമയൂൺ, ഷാജഹാൻ, ബഹദൂർ ഷാ രണ്ടാമൻ വരെ 1850 വരെ ആക്രമണം ഉണ്ടായി. ഇതിൽ 700 വർഷക്കാലമാണ് ഇസ്ലാമിക ഭരണകൂടം ചെറുതും വലുതുമായിട്ട് ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളിലും ആധിപത്യം സ്ഥാപിച്ചതും എന്ന് മനസ്സിലാക്കുക. അപ്പം ഇവരെന്താണ് ചെയ്തത്? ബുദ്ധന്മാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. ബാക്കിയുള്ള ബുദ്ധന്മാർ മതം മാറി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ മേഖലയെല്ലാം ബുദ്ധഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്നു, ബുദ്ധ സ്വാധീന മേഖലകളായിരുന്നു. അവരെല്ലാം മതം മാറിയിട്ട് മുസ്ലിമായപ്പോൾ അതെല്ലാം പിന്നീട് ഭാരതത്തിന് നഷ്ടപ്പെട്ടു. ഇത് കണ്ടിട്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, ബുദ്ധൻ ഒരാട്ടിൻകുട്ടിയെ രക്ഷിച്ചു, പക്ഷെ 1000 വർഷക്കാലത്ത് അടിമത്വം ഭാരതത്തിന് സമ്മാനിച്ചു എന്ന്. ഇവിടെയാണ് നമ്മുടെ സംസ്കാരം. ശൈലേത്ര രാജവംശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കേവലം ഭാരതം എന്ന് പറയുന്ന ഇന്നത്തെ ഈ ഭൂപ്രദേശത്ത് മാത്രമായിരുന്നില്ല, ഇന്തോനേഷ്യയിലും സുമാത്രയടക്കം അങ്ങനെ വ്യാപിച്ചു കിടന്നതായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തെ തേടിയിട്ട് ലോകസഞ്ചാരികൾ മുഴുവൻ വന്നത്. 1893 കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് അമേരിക്ക കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടല്ല. ഇന്ത്യയെ കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിനിടയിൽ നമ്മുടെ ഗുജറാത്തിൽ, ഇന്നത്തെ ഗുജറാത്തിൽ നിന്നും അവിടത്തേക്ക് പോയിട്ടുള്ള കൂറ്റൻ കപ്പലുകൾ അമേരിക്കൻ തീരത്ത് കണ്ടു, വ്യാപാര കപ്പലുകൾ. അപ്പോൾ ഇത്രയും വലിയ കപ്പലുകൾ അന്ന് ഭാരതത്തിന് മാത്രമേ ഉള്ളൂ എന്ന് ലോകപ്രശസ്തമായിരുന്നു. അപ്പോൾ ഇത്രയും കപ്പലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഭാരതമാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹം അവിടെ ഇറങ്ങുകയായിരുന്നു എന്നൊരു ചരിത്രരേഖയിൽ പറയും. അങ്ങനെ അദ്ദേഹം അവരെ റെഡ് ഇന്ത്യൻസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം കേളി കേട്ടതായിരുന്നു 500-1000 വർഷം മുമ്പും ഈ ഭാരതം എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം അഭിമാനമുണ്ട്. പക്ഷേ ഈ സംസ്കാരത്തെയും ഈ ചരിത്രത്തെയും ഈ പാരമ്പര്യത്തെയും സ്വതന്ത്ര ഭാരതത്തിൽ പഠിപ്പിച്ചില്ല എന്നതുകൊണ്ട് ആണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ തലമുറക്ക് ഭാരതത്തോട് വലിയ അഭിമാനമില്ലാത്തത്. മഹാനായ അക്ബർ എന്ന് പഠിപ്പിച്ചു, മഹാനായ ഔറംഗസീബ് എന്ന് പഠിപ്പിച്ചു, സാഹിബിൻ്റെ ഭരണപരിഷ്കാരം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഭാരതവുമായി ബന്ധപ്പെട്ടതെല്ലാം നമുക്ക് പുച്ഛം നിറഞ്ഞതായി തീർന്നു. അവിടെയാണ് നാം നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പാരമ്പര്യ ചിഹ്നങ്ങളെയും നമ്മുടെ പൈതൃകത്തെയെല്ലാം അതിവേഗം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഏകാത്മതാ സ്തോത്രത്തിലെ ഓരോ മഹാത്മാക്കളെക്കുറിച്ചും രാജവംശത്തെക്കുറിച്ചും നമ്മൾ സമഗ്രമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.